And finally, iOS 26 Beta 7 is here. ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത് ഏകദേശം 1.69 GB എൻ്റെ ഐഫോൺ 11ൽ വന്നിരിക്കുന്നത്. ഓരോ ഡിവൈസിലും പല ഡിഫറെൻറ്റ് സൈസിലാണ് ഈ ഒരു അപ്ഡേഷൻ സൈസും വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബേറ്റാസും റിലീസ് ചെയ്യേണ്ട macOS, tvOS, watchOS എന്നിങ്ങനെ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആണ് ബേറ്റ ആയിട്ട് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ബേറ്റയുടെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പ് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. റെഗുലറായിട്ട് ആപ്പിളിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സ് പോകാം. സെറ്റിങ്സിൽ ഈ പറഞ്ഞ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26 23A 5326A എന്ന്. ഈ ഒരു ആൽഫബറ്റ് എ ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നാണ് ഒഫീഷ്യൽ അപ്ഡേഷനും ബാക്കി കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ബേറ്റ 7ഉം 8ഉം ഇനി ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മോർ ഓവർ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റും അതേപോലെ ബഗ് ഫിക്സും ആയിരിക്കും. വിഷ്വൽ ചേഞ്ച് ആപ്പിൾ ഇനി കൊണ്ടുവരാനുള്ള ചാൻസ് കുറവാണ്. iOS 26ൻ്റെ പ്രൈമറി അപ്ഡേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ബേറ്റാസ് അതായത് ബേറ്റ 7ഉം 8ഉം ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഡിവൈസ് എൻഹാൻസ്മെൻറ്റിലാണ്, അല്ല വിഷ്വൽ ചേഞ്ച് അല്ല. ബേറ്റ 6 വരെ നമുക്ക് ഓരോ പുതിയ ഓപ്ഷൻസും അതോടൊപ്പം വിഷ്വൽ ട്രീറ്റും ആപ്പിൾ തന്നു. ഇനി ഡിവൈസ് പെർഫോമൻസ് ആക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ അപ്ഡേഷൻ വരുമ്പോൾ ഡിവൈസ് ഫുള്ള് ബഗ്ഗും പക്ഷെ കുറേയധികം പുതിയ വിഷ്വൽ ചേഞ്ചും അത് ഒരിക്കലും ഒരു യൂസറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അപ്ഡേഷനിൽ വന്ന ചെറിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 15 Pro ഓർ ലേറ്റർ ഡിവൈസുകൾക്ക് നമുക്ക് സെറ്റിങ്സിൽ ബാറ്ററി എന്ന ഓപ്ഷനിൽ അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു പുതിയ അഡാപ്റ്റീവ് ബാറ്ററി നോട്ടിഫിക്കേഷൻ എന്നീ പറയുന്ന ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ iOS ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി ആ ഒരു ബാറ്ററിയുടെ പെർഫോമൻസ് റെഗുലേറ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ലോ പവർ മോഡിലേക്ക് നമ്മുടെ ഡിവൈസ് ജമ്പ് ചെയ്യും. അതേപോലെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറക്കും. എന്നിങ്ങനെ നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ വേണ്ടി iOSന് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കാര്യമാണ് അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറയുന്നത്. ഈ ഒരു അഡാപ്റ്റീവ് ബാറ്ററി മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന iPhone 17 എയറിന് തന്നെയാണ്. കാരണം ഈ പറഞ്ഞ ഡിസ്പ്ലേയും ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി OS തന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ iPhone 17 എയറിൻ്റെ ബാറ്ററി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ iOS 26ൽ ആപ്പിൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ആനിമേഷൻസ് കുറച്ചും കൂടെ ഫ്ലൂയിഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആനിമേഷൻസ് ഭയങ്കര ഫ്ലോയിലാണ് പോകുന്നത്. കണ്ടോ, ഓരോ കാര്യങ്ങളും നല്ല ഫ്ലോയിലും നല്ല സ്മൂത്തിലുമാണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് ജമ്പ് ഔട്ട് ചെയ്യുന്നത്. ഈ ആനിമേഷൻ കുറച്ചുകൂടെ ഫ്ലോ ആക്കാൻ വേണ്ടി ആപ്പിൾ ഇനി വരുന്ന അപ്ഡേറ്റ്സിൽ നല്ല രീതിക്ക് ആ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഓൺ ബോർഡ് സ്ക്രീനും നമുക്ക് വന്നായിരുന്നു. പൊതുവെ നമുക്ക് വരുന്നത് ഒരു വെൽക്കം ഹലോ സ്ക്രീനാണ്. അതിന് പകരം ഇപ്പോൾ ഒരു ഓൺ ബോർഡ് സ്ക്രീനിങ് നമ്മുടെ iOS 26ൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ലിക്വിഡ് ഗ്ലാസിൻ്റെ യൂസ് എന്തൊക്കെയാണ്, എവിടേക്കാണ് മെയിൻ ചേഞ്ച് വരുന്നത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഒരു ട്യൂട്ടോറിയൽ പോലുള്ള ഓൺ ബോർഡ് ഗൈഡും ഇപ്പോൾ ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിലും കൊണ്ടുവന്നായിരുന്നു. എനിക്ക് iOS 26ൻ്റെ ഈ ഒരു ബീറ്റ 7 അപ്ഡേറ്റ് ചെയ്ത് ഫോൺ ഓപ്പൺ ചെയ്തപ്പോൾ ഈ പറഞ്ഞ ഹോം സ്ക്രീനിൻ്റെ വാൾപേപ്പർ ഫുള്ളായിട്ട് ബ്ലാക്കായി, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന വാൾപേപ്പറിൻ്റെ ആ ഒരു ബ്ലേർഡ് വേർഷൻ എനിക്ക് കിട്ടി. നിങ്ങൾക്കും ഇതേപോലെ ബഗ്ഗോ ബാക്കി കാര്യങ്ങളോ ഫസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട റെമഡി എന്ന് പറയുന്നത് ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. പൊതുവേ ഒരു 90% ബഗ്ഗുകളും അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളും ഈ പറഞ്ഞ റീസ്റ്റാർട്ടിലൂടെ മാറാറുണ്ട്. അല്ല നിങ്ങൾ ഈ പറഞ്ഞ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്തു, ആപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് നല്ല ബഗ് ഉണ്ട്, ക്രാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാസ്വേഡും ബാക്കി കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിൽ ആ ഒരു പാസ്വേഡ് അറിയാമെങ്കിൽ
നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം റീഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ പ്രശ്നം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്യുവർ ബഗ്ഗാണ്. ആ ഒരു ബഗ് മാറണമെങ്കിൽ ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ആ പറയുന്ന മെറ്റ, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊക്കെ ആണെങ്കിൽ മെറ്റയുടെ ആയതുകൊണ്ട് മെറ്റ ഒരു പുതിയ അപ്ഡേറ്റ് ആപ്ലിക്കേഷൻ തന്നെ അല്ല സോഫ്റ്റ്വെയറിൻ്റെ ആണെങ്കിൽ അടുത്ത അപ്ഡേറ്റിലായിരിക്കും ഈ പറഞ്ഞ ബഗ് നിങ്ങൾക്ക് പോവുക. സോ ഏറ്റവും ആദ്യത്തെ സിമ്പിൾ റെമഡിയാണ് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ആ ഒരു ബഗ് പോയി. പെർഫോമൻസ് ആസ് വൈസ് എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ബഗ്ഗോ ക്ലട്ടറിങ്ങോ ആസ് ഓഫ് നൗ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി 2-3 ദിവസം തറവായിട്ട് യൂസ് ചെയ്തതാണ് ഈ പറഞ്ഞ iOS 26 പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് പറയാൻ പറ്റുക. ആൻഡ് ഇത്രയും നേരം എൻ്റെ ഡിവൈസ് ഞാൻ യൂസ് ചെയ്തിട്ടും എനിക്ക് ചൂടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ കൺട്രോളിംഗ് ആണ് ഈ ഒരു വട്ടം ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ബാറ്ററി മോഡ്യൂളിൻ്റെ ഭാഗത്തും സൈഡ് ഗ്രിൽസിൻ്റെ ഭാഗത്തും തൊട്ട് നോക്കിയിട്ടും എനിക്ക് വലുതായിട്ട് ഒരു തേർമൽ ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല. അടുത്ത ഒരു മെയിൻ കാര്യമാണ് എന്നാണ് ഈ പറയുന്ന iOS 26 ഒഫീഷ്യൽ അപ്ഡേഷൻ വരാൻ പോകുന്നതാണ്. നമുക്ക് ഇത്രയും നാൾ വന്ന അപ്ഡേഷൻ പാറ്റേൺ അനുസരിച്ച് നെക്സ്റ്റ് വീക്കും ഒരു അപ്ഡേഷൻ ബീറ്റ 8 വരാനുള്ള ചാൻസ് ഉണ്ട്. 25-ാം തീയതി ആയിരിക്കും ബീറ്റ 8 ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ്. അതിനുശേഷം നമ്മുടെ പ്രഡിക്ഷൻ അനുസരിച്ച് സെപ്റ്റംബർ 9-ാം തീയതി ആയിരിക്കും മിക്കവാറും ആപ്പിളിൻ്റെ ഇവൻറ്റ്, മെയിൻ iPhone 7 ഇവൻറ്റ് നോക്കാൻ പോകുന്നത്. ആ ഒരു ഇവൻറ്റിന് ശേഷം സെപ്റ്റംബർ 15-നായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷൻ iOS 26 ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെയാണ് iOS 26 ബീറ്റ 7 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. വർത്ത് ഇറ്റ് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Vebin Xavier signing from Evica.